സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അമേരിക്ക വെനസ്വേലയെ ലക്ഷ്യമിട്ടാൽ റഷ്യയും ചൈനയും മിണ്ടാതിരിക്കുമോ? വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ? അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അത് ആകെ തകർന്നിരിക്കുന്ന അമേരിക്കൻ റഷ്യൻ സാമ്പത്തിക മേഖലയ്ക്ക് താങ്ങാൻ കഴിയുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രംഗത്ത് നിന്ന് ഉയർന്നു വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് കാരണമാകുന്നത് അമേരിക്കയുടെ ഒരു പുതിയ നീക്കമാണ്. വെനസ്വേലയുടെ വ്യോമ അതിർത്തി അടച്ചുവെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. ഇത് കൊളോണിയൽ ഭീഷണിയാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും തങ്ങളുടെ വ്യോമാതിർത്തിക്ക് മേലുള്ള ഒരു ഭീഷണിയും അംഗീകരിക്കില്ല എന്നുമാണ് വെനസ്വേലൻ സർക്കാരിന്റെ ചുട്ട മറുപടി. കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നതാണ് ലോക രാഷ്ട്രീയത്തിൽ ഉയരുന്ന ആശങ്ക. തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യമായ വെനസ്വേലയെ സംരക്ഷിക്കാൻ റഷ്യ ഇറങ്ങുമെന്നുള്ള സൂചന ശക്തമാണ്. പിന്നിൽ ചൈനയുമുണ്ട്. ഇറാനും വെനസ്വേലയോട് പല താല്പര്യങ്ങളുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളോടും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുറോ സൈനിക സഹായം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. സഹായിക്കാമെന്നാണ് പുടിൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളെ നിരീക്ഷിച്ചു വരികയാണ് എന്നും പുടിൻ പ്രതികരിക്കുന്നു. കരീബിയൻ തീരത്ത് എന്തായാലും ഒരുങ്ങുന്നത് ലോകരാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ ലോകക്രമത്തിനെ തന്നെ പിടിച്ചുകുലുക്കുന്ന നീക്കങ്ങളാണ്. എല്ലായിടത്തും യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടുന്ന ട്രംപ് തന്നെ ഒരു യുദ്ധം തുടങ്ങി വെക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുകയാണ് ഈ വീഡിയോയിലൂടെ. വെനസ്വേലയെ ലക്ഷ്യം വെക്കുന്ന ട്രംപിനുള്ള 3 ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. 1. മയക്കുമരുന്ന് മാഫിയയുടെ പേര് പറഞ്ഞ് വെനസ്വേലയുടെ ഇടത് സർക്കാരിനെ താഴെ ഇറക്കുക. 2. അവിടുത്തെ വലിയ എണ്ണ സമ്പത്ത് അതിനെ കൈപ്പിടിയിലാക്കുക. മേഖലയിലെ റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം കുറയ്ക്കുക. അതായത് ട്രംപിന്റെ ബിസിനസ് കണ്ണ് വെനസ്വേലയിലെ എണ്ണയിലാണ്, അല്ലാതെ മയക്കുമരുന്ന് മാഫിയയിൽ ഒന്നുമല്ല. 2 രീതിയിലാണ് വെനസ്വേല എന്ന ലാറ്റിൻ അമേരിക്കൻ കുഞ്ഞു രാജ്യത്തെ കീഴടക്കാൻ ട്രംപ് കരുക്കൾ നീക്കുന്നത്. 1. അവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ രാജ്യത്തിനകത്തുള്ള വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് ഫണ്ടും മറ്റും നൽകുക. അതുവഴി രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ പേര് പറഞ്ഞ് സൈനികമായ ഇടപെടൽ നടത്തുക. ഇതാണ് ട്രംപിന്റെ മനസ്സിലുള്ള മാസ്റ്റർ പ്ലാൻ. ആദ്യ പ്ലാൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വെനസ്വേലയിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ രഹസ്യ ഓപ്പറേഷന് ട്രംപ് അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് പ്രതിപക്ഷ നേതാവും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവുമായ മരിയ കൊരീന മച്ചാഡോയുടെ നേതൃത്വത്തിൽ വെനസ്വേലയിൽ നടക്കുന്ന വലതുപക്ഷ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം. ജനാധിപത്യ അവകാശങ്ങൾക്ക് എന്ന പേരിൽ വിശാലമായ പ്രതിപക്ഷ ഐക്യം രൂപീകരിച്ചാണ് അവർ ഇടത് സർക്കാരിനെതിരെയും അമേരിക്കയ്ക്ക് വേണ്ടിയും വാദിക്കുന്നത്. ഒരു ഘട്ടത്തിൽ മദുറോ സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്കയുടെ സൈനിക ഇടപെടൽ മച്ചാഡോ അഭ്യർത്ഥിച്ചു. പക്ഷേ ഈ വാക്കുകൾ വെനസ്വേലയ്ക്കകത്തും അന്താരാഷ്ട്ര തലത്തിലും വലിയ വിമർശനത്തിന് കാരണമായി. മച്ചാഡോയുടെ നിലപാടുകൾ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി പല പ്രമുഖരും വിമർശിച്ചു. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടലിനെ പ്രോത്സാഹിപ്പിക്കുന്നത് രാജ്യദ്രോഹമാണ് എന്നുള്ള വിമർശനം ഉയർന്നു. ഇതോടെ മദുറോ സർക്കാർ മച്ചാഡോയ്ക്കെതിരെ ശക്തമായ നിലപാടുമായി രംഗത്തെത്തി. അമേരിക്കയുടെ കളിപ്പാവ എന്നാണ് അവരെ സർക്കാർ വിശേഷിപ്പിച്ചത്. രാജ്യത്ത് അട്ടിമറിക്ക് ശ്രമിച്ചുവെന്ന് ആരോപിച്ച് മച്ചാഡോയ്ക്കെതിരെ നിയമ നടപടി തുടരുകയാണ്. ഇങ്ങനെയുള്ള മച്ചാഡോയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ കിട്ടിയതിലും രാജ്യത്തിനകത്ത് വലിയ വിമർശനത്തിന് കാരണമായി. മാത്രമല്ല, അമേരിക്കൻ സൈനിക ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മച്ചാഡോയുടെ പ്രസ്താവന പ്രതിപക്ഷ ഐക്യത്തിലും, അതായത് ഇവർ ഒരു പ്രതിപക്ഷ ഐക്യം ഉണ്ടാക്കിയാണ് ഈ സർക്കാരിനെതിരെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി എന്നുള്ള പേരിൽ പ്രക്ഷോഭം നയിച്ചത്. ആ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തി. പല പാർട്ടികളും നേതാക്കളും സഖ്യത്തിൽ നിന്ന് പിന്മാറി. ചില മിതവാദികളും മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുമായിരുന്ന നേതാക്കൾ മച്ചാഡോയുമായുള്ള സഹകരണം അവസാനിപ്പിച്ചു, അവരെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, അമേരിക്കൻ അനുകൂല നിലപാടുകൾ പ്രതിപക്ഷത്തിന്റെ മൊത്തത്തിലുള്ള ജനപിന്തുണയും വലിയ രീതിയിൽ ബാധിച്ചു, വലിയ ഇടിവുണ്ടാക്കി. ഒപ്പം ദേശീയ വികാരത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരിനുള്ള ജനപിന്തുണ കൂടുകയും ചെയ്തു. ഇതോടെ രാജ്യത്തിനകത്ത് ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കാനുള്ള അമേരിക്കൻ തന്ത്രം അവിടെ പാളി. അങ്ങനെയാണ് സൈനിക നീക്കത്തിലേക്ക് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോയത്, അല്ലെങ്കിൽ സൈനിക നീക്കവുമായി ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോയത്. ഇനി എന്തൊക്കെ സൈനിക വിന്യാസമാണ് അമേരിക്ക വെനസ്വേലയെ ലക്ഷ്യമിട്ട് കരീബിയൻ തീരത്ത് നടത്തിയിരിക്കുന്നത് എന്നത് പരിശോധിക്കാം. കരീബിയൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പലിന്റെ ചിത്രമാണ് ഇത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ്. നവംബർ 16 മുതൽ ഈ കപ്പൽ കരീബിയൻ തീരത്ത് തമ്പടിച്ചിരിക്കുകയാണ്.
വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് പ്രകാരം കരീബിയൻ മേഖലയിൽ ഇപ്പോഴുള്ളത് നേരത്തെ പറഞ്ഞ കപ്പൽ ഉൾപ്പെടെ 12ഓളം അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് അവിടെ ഉള്ളത്. പതിറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക വിന്യാസമാണ് കരീബിയൻ തീരത്ത് നടന്നിരിക്കുന്നത്. ഏകദേശം 12,000 നാവികരും മറീനുകളും ഈ കപ്പലുകളിലായി ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. വെനിസ്വേലൻ മയക്കുമരുന്ന് മാഫിയെ തകർക്കാനാണ് ഈ പടനീക്കം എന്നൊക്കെയാണ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിശദീകരണം. പക്ഷേ കാര്യം ലോകത്തിലെ എല്ലാവർക്കും അറിയാം, ട്രംപിന്റെ ലക്ഷ്യം ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്, വെനിസ്വേലൻ സർക്കാരിനെ അട്ടിമറിക്കുക. യൂഗോ ഷാവേസ് ഉള്ള കാലം മുതൽ അമേരിക്ക ശ്രമിക്കുന്നതാണ് വെനിസ്വേലയിൽ തങ്ങളുടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരാൻ. ആ നീക്കം ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയയുടെ മറ സൃഷ്ടിച്ച് നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കരീബിയൻ കടലിൽ മയക്കുമരുന്ന് കടത്ത് ബോട്ടുകളെ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള നിലയിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക മാസങ്ങളായി നടത്തുകയാണ്. സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും കിഴക്കൻ പസഫിക് സമുദ്രങ്ങളിലുമായി 21 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. 83-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക്. മരിച്ചവരെല്ലാം മയക്കുമരുന്ന് കടത്തുകാരാണ് എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. എന്നാൽ മത്സ്യബന്ധന ബോട്ടുകളെയും മത്സ്യബന്ധന തൊഴിലാളികളെയും അമേരിക്ക ആക്രമിക്കുന്നു എന്നാണ് ദ ഇന്റർസെപ്റ്റ് പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത്. ആരെയാണ് കൊല്ലുന്നത് എന്ന് പോലും അമേരിക്കൻ ഉദ്യോഗസ്ഥർക്ക് അറിയില്ല എന്നും പത്രം ആരോപിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് ഈ മേഖലയിലെ അമേരിക്കൻ സൈനിക സന്നാഹം നേരത്തെ പറഞ്ഞതുപോലെ കുത്തനെ കൂട്ടിയത്. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയ്ക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ട് എന്നൊക്കെയാണ് ട്രംപ് ആരോപിച്ചു വെക്കുന്നത്. എന്തായാലും വെനിസ്വേലയെ തൊട്ടാൽ നോക്കിയിരിക്കില്ല എന്ന നിലപാടാണ് റഷ്യയ്ക്കുള്ളത്. വെനിസ്വേലയുമായി പുതിയ തന്ത്രപരമായ പങ്കാളിത്ത കരാർ റഷ്യ അടുത്തിടെ അംഗീകരിച്ചിരുന്നു. വെനിസ്വേലയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഏത് ഭീഷണി എവിടെ നിന്ന് വന്നാലും അത് മറികടക്കാൻ സഹായിക്കുമെന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത്. അമേരിക്കൻ നീക്കം അന്താരാഷ്ട്ര നിയമലംഘനമാണ് എന്ന് റഷ്യ കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട്. പുടിനും മദൂറോയ്ക്കും തമ്മിൽ നല്ല ബന്ധമാണ് അവർ പുലർത്തുന്നത്. വളരെ കാലമായിട്ടുള്ള ബന്ധമാണ്. 2018 റഷ്യ വെനിസ്വേലയ്ക്ക് ദീർഘദൂര ബോംബർ വിമാനം നൽകുകയും ചെയ്തു. കൂടാതെ സാമ്പത്തികമായും റഷ്യ വെനിസ്വേലയെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. മുൻകൂർ പണമടച്ചുള്ള എണ്ണ വ്യാപാരം നടത്തിയും വായ്പകൾ പുതുക്കിയും റഷ്യ മദൂറോ സർക്കാരിനെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റിയിരുന്നു. വെനിസ്വേലയും റഷ്യയും തമ്മിലുള്ള സൈനിക സാമ്പത്തിക ബന്ധത്തിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, വെനിസ്വേലയുടെ വിശാലമായ എണ്ണ വാതക സമ്പത്ത്. 2, ഈ മേഖലയിലെ അമേരിക്കയുടെ സൈനിക ആധിപത്യം പിടിച്ചു നിർത്തൽ. ഇതെല്ലാം കൊണ്ട് തന്നെ വെനിസ്വേല റഷ്യയുടെ നിർണായകമായ പങ്കാളിയാണ്. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ പുടിൻ മദൂറോയെ സഹായിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. നേരിട്ടുള്ള സൈനിക ഇടപെടൽ ഉണ്ടാകുമോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. എങ്കിലും മദൂറോ സർക്കാരിന് കരുത്തു പകരുന്ന നീക്കം തന്നെയാണ് റഷ്യ ഇതുവരെ നടത്തിവരുന്നത്. ചൈനയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ചൈന വെനിസ്വേലൻ സർക്കാരിനെ പ്രധാനമായും സഹായിക്കുക സാമ്പത്തികമായും നയതന്ത്രപരമായ മാർഗങ്ങളിലുമായിരിക്കും. വെനിസ്വേലയുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ നിലവിലുള്ള എണ്ണ കരാറുകൾ വിപുലീകരിക്കാനും US ഉപരോധങ്ങളെ മറികടക്കാൻ സഹായിക്കാനും ചൈന ശ്രമിക്കും. എണ്ണ വിഭവങ്ങളിൽ ചൈനയ്ക്ക് തന്ത്രപരമായ താല്പര്യവുമുണ്ട്. ഒപ്പം അന്താരാഷ്ട്ര വേദികളിൽ വെനിസ്വേലയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് ചൈന സ്വീകരിക്കുകയും ചെയ്യും. ഒപ്പം നിലവിലുള്ള സൈനിക സഹകരണത്തിന്റെ ഭാഗമായി സാങ്കേതിക വിദ്യകളും പരിശീലനവും നൽകാനും ചൈന തയ്യാറെടുക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ നടത്തി വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം ഇറാൻ വെനിസ്വേലയ്ക്ക് സൈനിക ഉപകരണങ്ങളും ഡ്രോണുകളും കൈമാറിക്കഴിഞ്ഞു. അതിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. വെനിസ്വേല ആവശ്യപ്പെട്ട പുതിയ ആയുധങ്ങളും ഉടൻ കൈമാറുമെന്നാണ് ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. വെനിസ്വേലയിൽ മയക്കുമരുന്ന് മാഫിയക്കെതിരെ കര ആക്രമണം ഉടൻ തുടങ്ങുമെന്നാണ് ട്രംപ് ഈ ആഴ്ച ആദ്യം സൂചിപ്പിച്ചത്. ഇപ്പോഴിതാ വ്യോമ അതിർത്തിയും അടച്ചിരിക്കുന്നു. അടുത്ത നീക്കം എന്താണ് എന്നുള്ള ആകാംക്ഷ ശക്തമാണ്. എങ്കിലും അമേരിക്ക വെനിസ്വേലയെ നേരിട്ട് ആക്രമിക്കാനുള്ള സാധ്യത വിരളമെന്നാണ് നയതന്ത്ര വിദഗ്ധരെല്ലാം പറയുന്നത്. അതിൻ്റെ പ്രത്യാഘാതം തന്നെയാണ് ട്രംപിനെ പിന്നോട്ടടിക്കുന്നത്. ഒന്ന്, എല്ലാ യുദ്ധങ്ങളും തീർക്കുമെന്ന് പറയും. താൻ സമാധാനത്തിൻ്റെ ആളാണെന്ന് നിരന്തരം പറയും. ഇപ്പോൾ ട്രംപ് തന്നെ ഒരു യുദ്ധത്തിന് തുടക്കമിടുന്നത് എത്രത്തോളം ട്രംപിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ട്. മാത്രമല്ല, വിയറ്റ്നാമിൽ നടന്നതുപോലെയുള്ള വലിയ സൈനിക ഇടപെടലിലേക്ക് ഈ അമേരിക്ക ഒരു സൈനിക നീക്കം നടത്തിയാൽ അത് നയിച്ചേക്കാം. വ്യോമാക്രമണമോ മിസൈൽ ആക്രമണമോ നടത്താമെങ്കിലും നേരിട്ടുള്ള കര ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം അത്ര എളുപ്പമല്ല. അതിന് പ്രധാന കാരണം ഈ വെനിസ്വേലയുടെ സങ്കീർണമായ ഭൂപ്രകൃതിയാണ്. ഒരു ഭാഗത്ത് മഴക്കാടുകൾ, മറുഭാഗത്ത് ആൻഡീസ് പർവ്വതനിരകൾ, പിന്നെ വിശാലമായ തീരപ്രദേശം. അതാണ് വെനിസ്വേലയിലുള്ളത്. മറ്റൊന്ന് സർക്കാരിൻ്റെ പ്രതിരോധമാണ്.
ദേശീയ വികാരം ഉയർത്തി US അധിനിവേശത്തിനെതിരെ വിയറ്റ്നാമിലൊക്കെ നടന്നതുപോലെ ജനങ്ങളെ സജ്ജരാക്കാൻ അവിടുത്തെ ഇടത് സർക്കാരിന് നിഷ്പ്രയാസം സാധിക്കുമെന്നുള്ള കാര്യം ട്രംപിന് അറിയാം. മാത്രമല്ല റഷ്യയും ചൈനയും ഇറാനും നൽകിയ ആധുനിക ആയുധങ്ങളും അവരുടെ പരിശീലനവും വെനിസ്വേലിയൻ സൈന്യത്തിനുണ്ട്. ഇതെല്ലാം കൊണ്ട് തന്നെ കരയുദ്ധത്തിലേക്ക് അമേരിക്ക കടക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാണ് നിഗമനം. റഷ്യയുടെയും ചൈനയുടെയും ഇറാന്റെയും നിലപാടുകൾ നിർണായകവുമാകും. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. വാട്സപ്പിൽ പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് ചാനലിലോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ അംഗമാകാം. നന്ദി, നമസ്കാരം.